നമസ്കാരം. ഇന്നലെ ഏപ്രിൽ 1, ഏപ്രിൽ ഫുൾ അല്ല, നമ്മൾ നേടി 1400 കോടി രൂപ സെയിലിംഗ് കമ്മിറ്റി അർപ്പിക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം വന്ന കപ്പലുകളുടെ എണ്ണത്തിൽ കൃത്യമായ കണക്ക് 603 ആണ്. 603 കപ്പലുകൾ വന്നെങ്കിലും വന്ന് പോയത് അൺബർത്ത് ചെയ്ത് പോയത് 601 ആണ്. കാരണം 2 കപ്പലുകൾ 1-ാം തീയതി പുലർച്ചെയാണ് തിരിച്ചുപോയത്. അപ്പൊ ആ 2 കപ്പലുകൾ നമ്മൾ കുറച്ചിട്ട് 601 ആണ് ബർത്ത് ചെയ്ത് അൺബർത്ത് ചെയ്ത് പോയ കപ്പലുകൾ എന്നുള്ള ഗണത്തിൽ ആദ്യ സാമ്പത്തിക വർഷം 601 കപ്പലുകൾ. ഈ 601 കപ്പലുകൾ 602ാമത്തത് മാൻഹാട്ടൻ വി, 603 MSC കാനു. അപ്പൊ ഈ 2 കപ്പലുകൾ അടക്കമാണ് വന്നു പോയ കപ്പലുകളുടെ കൂട്ടത്തിൽ. ഇത് രണ്ടും വരില്ല. സോൾ പ്രോമിസ് ആണ് 601ാമത്തെ കപ്പൽ. അപ്പോൾ വന്നു പോയ കപ്പലുകളുടെ അവസാനത്തെ കപ്പൽ സോൾ പ്രോമിസ് ആണ്. അപ്പൊ ഈ കണക്ക് വെച്ചിട്ട് നമ്മൾ വന്നു പോയ കപ്പലുകൾ നൽകിയ കണ്ടെയ്നറുകളുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുവരെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയാതിരുന്ന ഒരു കണക്കുണ്ട്. ഇതിൽ എത്ര കപ്പലുകളാണ് അല്ലെങ്കിൽ എത്ര കണ്ടെയ്നറുകളാണ് ഇന്ത്യക്ക് വേണ്ടി ആഭ്യന്തര മാർക്കറ്റിലോട്ട് വന്നത്, എത്ര കണ്ടെയ്നറുകളാണ്, എത്ര കപ്പലുകളാണ്, വിദേശ രാജ്യങ്ങളിലോട്ട് വരികയും പോവുകയും ചെയ്ത കപ്പലുകളുടെ എണ്ണം എത്രയാണ്, അത് സംബന്ധിച്ച് കണക്കെടുക്കുമ്പോൾ ഏകദേശം 60-40% എന്ന് പറയാം. 40% കപ്പലുകൾ, ഈ 601-ൽ 40% കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് വരികയോ തിരിച്ച് ഇന്ത്യൻ തുറമുഖങ്ങളിലോട്ട് പോവുകയോ ചെയ്ത കപ്പലുകളാണ്. 60% വിദേശ ട്രാൻസ്ഷിപ്മെന്റ് കഴിഞ്ഞ് വിദേശ പോർട്ടുകളിൽ നിന്ന് വരികയോ അല്ലെങ്കിൽ വിദേശ പോർട്ടുകളിലോട്ട് പോവുകയോ ചെയ്ത കപ്പലുകളാണ് 60%. അപ്പൊ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 13 ലക്ഷമാണ് ഹാൻഡിൽ ചെയ്യപ്പെട്ട കണ്ടെയ്നറുകളുടെ എണ്ണം. 13 ലക്ഷമാണ്. അവസാനത്തെ ഫിഗർ വന്നിട്ടില്ല. ചിലപ്പോ കുറയാം, ചിലപ്പോ കൂടാം. എന്തായാലും ഈ 13 ലക്ഷത്തിന്റെ കണക്കെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ശതമാന കണക്ക് വെച്ചിട്ട് 40%-ഓളം ഡൊമസ്റ്റിക് കാർഗോയായിട്ട് കണക്കാക്കാം. അതായത് 5 ലക്ഷം കണ്ടെയ്നറുകൾ ആഭ്യന്തര മാർക്കറ്റിൽ, ആഭ്യന്തര പോർട്ടുകളിലോട്ട് പോവുകയോ വരികയോ ചെയ്ത കണ്ടെയ്നറുകൾ എന്ന ഇനത്തിൽ അതിഗംഭീരമായ ഒരു സർവീസാണ്, ഒരു സേവനമാണ് TRV രാജ്യത്തിന് നൽകിയിരിക്കുന്നത്. ആ സേവനം എന്താണെന്ന് അറിയണമെങ്കിൽ 2011 ഫെബ്രുവരി മാസം 12-ാം തീയതി അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഒരു വരി നമ്മൾ കടമെടുക്കണം. ദിസ് ഇൻവോൾവ്സ് an additional expenditure of $300 per container and extra 7 to 10 days of transit time. നമ്മുടെ വെള്ളാർപാടം തുറമുഖം ഉദ്ഘാടനം ചെയ്ത ദിവസം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ ഒരു വരിയാണ്. വെള്ളാർപാടം തുറമുഖം ഇല്ലാതിരുന്നതുകൊണ്ട് രാജ്യത്തെ ഓരോ കയറ്റുമതിക്കാരനും ഇറക്കുമതിക്കാരനും അധികം $300 നൽകുന്നുണ്ടായിരുന്നു. അതോടൊപ്പം 7 മുതൽ 10 ദിവസം, ഈ 7ഉം 10ഉം അല്ല, കൃത്യം 30 ദിവസം 35 ദിവസമാണെന്നൊക്കെയുള്ളത് നമ്മളിപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. ദിവസം കണക്ക് വിടുക. 2011-ലെ $300 എന്ന് പറയുന്ന കണക്ക് നമ്മൾ അത് തന്നെ എടുക്കുന്നു. 2011-ൽ നിന്ന് 2026-ലെത്തുമ്പോൾ ഏകദേശം 15 വർഷം കഴിയുമ്പോഴും നമ്മൾ അതിൽ ഒരു വർധനവും വന്നിട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയുന്നു. $300 എന്നുള്ള കണക്കെടുക്കുമ്പോൾ ഏകദേശം 5 ലക്ഷം കണ്ടെയ്നർ. ഇതെല്ലാം ആഭ്യന്തര മാർക്കറ്റിലുള്ള കണ്ടെയ്നറുകളാണ്. TRV ഇല്ലായിരുന്നെങ്കിൽ ഈ 5 ലക്ഷം കണ്ടെയ്നറും കൊളംബോ, സിംഗപ്പൂർ, ദുബായ്, സലാല തുടങ്ങിയ പോർട്ട്ലാൻഡ് തുടങ്ങിയ പോർട്ടുകളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടിയിരുന്ന കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ടിയിരുന്ന കണ്ടെയ്നറുകൾ എന്നുള്ള ഇനത്തിൽ 5 ലക്ഷം കണ്ടെയ്നറുകൾ ഇന്നത്തെ നിരക്കനുസരിച്ച് 28,050 രൂപയാണ് കൺവേർഷൻ. ഈ $300 28,050 രൂപ ഇൻറ്റു 5 ലക്ഷം. ഇത് കൃത്യം കണക്കാണ്. ഇതിൽ വളരെ അധികം കൂടാനാണ് സാധ്യത. എന്നാലും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കണക്ക് നമ്മൾ കടമെടുത്തുകൊണ്ട്
ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ 1425 കോടി രൂപയാണ് TRV ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേടിക്കൊടുത്തത്. ഈ കണക്ക് വെച്ചുകൊണ്ട് ഈ കണക്ക് ഇവിടുത്തെ MP മാർക്കോ MLA മാർക്കോ ആർക്കെങ്കിലും അറിയാമോ എന്ന് എനിക്കറിയില്ല. അറിഞ്ഞാലും ഇല്ലെങ്കിലും ആദ്യ വർഷം TRV ഈ രാജ്യത്തിന് നൽകിയ സംഭാവന ഒരു ഘടകം മാത്രമാണ്. രണ്ടാമത്തെ ഘടകം പിന്നെ വരുന്നുണ്ട്. ഈ 5 ലക്ഷം കണ്ടെയ്നർ ആഭ്യന്തര വിപണിയിലെ 5 ലക്ഷം കണ്ടെയ്നറിന്റെ ഇനത്തിൽ 1425 കോടി രൂപയാണ് ഒരു വർഷം TRV രാജ്യത്തിന് ലാഭിച്ചു കൊടുത്തത്. ഇനി രണ്ടാമത്തെ കണക്ക്, ഇതിൽ 8 ലക്ഷം കണ്ടെയ്നർ ഇവിടെ വരികയും വിദേശ പോർട്ടുകളിലോട്ട് പോവുകയും ചെയ്ത ഇനത്തിൽ എത്ര കോടിയാണ് വരുമാനമെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കണം. അവരുടെ ഈ കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് ചാർജ് അല്ലെങ്കിൽ കപ്പൽ അടുപ്പിക്കുന്ന ചാർജ് എത്രയാണ്? 30,000 ടൺ കേവ് ഭാരമുള്ള കപ്പലിന് $10,000. ഇവിടെ വരുന്നതെല്ലാം 1 ലക്ഷവും 1.5 ലക്ഷവും ഒക്കെ കേവ് ഭാരമുള്ള ഗ്രോസ് ടണ്ണേജ് ഉള്ള കപ്പലുകളാണ്. അപ്പൊ അതിന്റെയൊക്കെ കണക്ക് അവർ പറയട്ടെ, നമ്മൾ കണക്ക് കൂട്ടി പറയുന്നില്ല. അദാനി ഗ്രൂപ്പ് അവർ കൃത്യമായിട്ട് വ്യക്തമാക്കും, യാതൊരു സംശയവുമില്ല. എത്രയാണ് അവരുടെ വരവ് ചെലവിനം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയും. എന്തായാലും രാജ്യത്തെ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും 1425 കോടി രൂപ ആദ്യ വർഷം ലാഭിച്ചു കൊടുക്കാൻ TRVക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏപ്രിൽ മാസത്തെ കബളിപ്പിക്കൽ കണക്കല്ല. കൃത്യം 1500 എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ 1400 കോടി രൂപ കൃത്യമായും ലാഭിച്ചു കൊടുക്കാൻ ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും പോർട്ടിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ട്രാൻസ്ഷിപ്മെന്റ് ഇനത്തിൽ ആദ്യമായിട്ട് രാജ്യത്തിന് സംഭാവന ചെയ്ത പോർട്ട് എന്നുള്ള നിലയ്ക്ക് TRVക്ക് കേന്ദ്ര സർക്കാർ പ്രത്യേക പരിഗണനയും പ്രത്യേക പദ്ധതികളുടെ അനൗൺസ്മെന്റും നടത്തുവാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് സെയിലിംഗ് കമന്ററി വ്യക്തമാക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഇന്ന് രാവിലെ ഞാൻ കണി കണ്ടതല്ല, പെട്ടെന്ന് കണ്ണിൽ പെട്ടു. വിഷുമാവ് അതിന്റെ അടുത്ത് പോയി ഞാൻ കശുമാങ്ങ പറിച്ച് കഴിച്ചു. തുറമുഖത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഇടക്കാലത്ത് ഇവിടെ നിന്ന് കയറ്റുമതി ചരക്കില്ല, എന്ത് കയറ്റുമതി ചെയ്യും എന്നുള്ള ചോദ്യത്തിന് വളരെ സിംബോളിക്കായിട്ട് നമുക്ക് കശുമാവ് കേരളം മുഴുവൻ നട്ടുപിടിപ്പിച്ചാൽ കശുവണ്ടി, ഒന്നാം തരം കശുവണ്ടി കയറ്റിവിടാം എന്നുള്ളൊരു സിംബോളിക് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ കൂട്ടണം. കൃഷിയായാലും വ്യവസായമായാലും ഇവിടെ നിന്ന് കയറ്റുമതി ചരക്ക് കൂട്ടണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്യാമ്പയിൻ എന്നുള്ള നിലയ്ക്ക് കേരളം മുഴുവനും, കേരളത്തിന്റെ പുറത്ത് ചില സ്ഥലങ്ങളിലും കശുമാവ് നടുകയുണ്ട്. എന്റെ വീട്ടിൽ 2 മാവ് വളരുന്നുണ്ട്. അതിലൊരു മാവിൽ പൂത്ത് കായ്ച്ചു നിൽക്കുന്ന ഒന്നാം തരം കശുമാങ്ങയാണ് ഈ ചിത്രം, ഈ കാഴ്ച. വിഴിഞ്ഞം തുറമുഖ സമരത്തിന്റെ ഓർമ്മയായിട്ട് കേരളത്തിലെ പല വീടുകളിലും ഇന്ന് ഇതുപോലുള്ള മരങ്ങൾ വളരുന്നുണ്ട്, കശുമാങ്ങ വിളയുന്നുണ്ട്, രുചിയോടെ പലരും ഭക്ഷിക്കുന്നുണ്ട്. കശുവണ്ടി കയറ്റുമതി ചരക്കായിട്ട് പോകുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടന്നതിന്റെ ഓർമ്മ കൂടി ഈ ദിവസങ്ങളിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത് വളരെ, കാരണം 1400 കോടി രൂപ ആദ്യ വർഷം നമ്മൾ നേടിക്കൊടുത്ത സന്തോഷത്തോടൊപ്പവും ഈ കണി കാഴ്ച പ്രേക്ഷകരുടെ മുമ്പാകെ എത്തിക്കുകയാണ്.